നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കതിരൂർ പൊന്നം പറാംകുന്നിൽ KCB സബ്സ്റ്റേഷൻ പരിസരത്തെ 11 kV ഹൈ ടെൻഷൻ ലൈനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനെത്തിയ KCB കരാർ ജീവനക്കാരൻ വെന്തുമരിച്ച സംഭവത്തിൽ കതിരൂർ പോലീസും KCBയും അന്വേഷണം തുടങ്ങി. മരിച്ചത് കുണ്ടുചിറ ചെഗുവേര ബസ് സ്റ്റോപ്പിനടുത്തെ പഞ്ചാരന്റെ അവിടെ രാജൻ. തലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല. ശുചിത്വ നിലവാരം തൃപ്തികരമല്ലാത്തതിനാൽ ന്യൂനതാ നോട്ടീസ് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗം. കനത്ത വേനൽ ചൂട് തുടരുന്നതിനിടെ കണ്ണൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകന് സൂര്യതാപമേറ്റു. സൂര്യാഘാതമേറ്റത് സീൽ TVയിൽ മാധ്യമപ്രവർത്തകനായ ഷാജി കീഴറയ്ക്ക്. വോട്ടെണ്ണൽ ദിനത്തിൽ പാനൂർ മേഖലയിൽ സമാധാനം നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തീരുമാനം സർവകക്ഷി യോഗത്തിൽ. വാർത്തകൾ വിശദമായി. കതിരൂർ പൊന്നം പറാംകുന്നിൽ KCB സബ്സ്റ്റേഷൻ പരിസരത്തെ 11 kV ഹൈ ടെൻഷൻ ലൈനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനെത്തിയ KCB കരാർ ജീവനക്കാരൻ വെന്തുമരിച്ച സംഭവത്തിൽ കതിരൂർ പോലീസും KCBയും അന്വേഷണം തുടങ്ങി. KCB കരാർ ജീവനക്കാരൻ കുണ്ടുചിറ ചെഗുവേര ബസ് സ്റ്റോപ്പിനടുത്തെ പഞ്ചാരന്റെ അവിടെ രാജനാണ് ചൊവ്വാഴ്ച രാത്രി ദാരുണമായി മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുണ്ടുചിറയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയാണ് നാട് നടുക്കിയ ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. അപകടത്തിൽ ദേശവാസികൾ വിരൽ ചൂണ്ടുന്നത് KCBയുടെ അനാസ്ഥയിലേക്കാണ്. തീപ്പൊരി ചിതറുന്ന ഹൈടെൻഷൻ ലൈൻ വഹിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ നമ്പർ മനസ്സിലാക്കാൻ വൈദ്യുതി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് സമീപത്തെ വീട്ടിലെ 3 കുട്ടികൾ രാത്രിയിൽ അപകട സ്ഥലത്തേക്ക് ഓടിയിരുന്നു. വഴിയിലൊരു കാട്ടുപന്നിയെ കണ്ടതോടെ കുട്ടികൾ പേടിച്ച് തിരിച്ചോടുകയായിരുന്നു. മറിച്ചായിരുന്നുവെങ്കിൽ കുട്ടികളും വൈദ്യുതി പോസ്റ്റിൽ തൊട്ട് അപകടത്തിനിരയാകുമായിരുന്നുവെന്ന് ഭീതിയോടെ വീട്ടുകാർ പറയുന്നു. ഇന്നലെ നമ്മൾ ഇവിടുന്ന് സ്പാർക്ക് കത്തുന്നതായിട്ട് താഴേന്ന് അവർ ഫോൺ വിളിച്ചിരുന്നു. അപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ സ്പാർക്ക് ആകുന്നതായിട്ട് നമ്മൾ KCBയിൽ വിളിച്ചിരുന്നു. കതിരൂർ KCBയിൽ. അപ്പോൾ കതിരൂരിൽ നിന്ന് 2 ആൾക്കാർ ഒരു 5 മിനിറ്റ് കൊണ്ട് 2 ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പന്നിയുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് പോയി ഒരു 10 മിനിറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോഴേക്ക് മേലെ നിന്ന് ഒരു സാധനം വീണു. അപ്പോൾ മറ്റേ ആൾ അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടില്ല. ഫോൺ വിളിച്ചിട്ട് ആരോ വിളിക്കുന്നത്. നമ്മളെ പന്നിയാറ്റം കണ്ടിട്ട് ഓടിയതായിട്ടായിരിക്കും. നമ്മളപ്പോൾ ഉള്ളിൽ കയറി. അപ്പോൾ താഴേന്ന് അവരിങ്ങനെ പറയുന്ന കേട്ടെ ഒരാളിങ്ങനെ കത്തി വീഴുന്നുണ്ട്. പിന്നെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ കിടന്ന് കാണും. സാധാരണ നിലയിൽ ഹൈടെൻഷൻ ലൈനിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ വൈദ്യുതി നിയന്ത്രണ കേന്ദ്രത്തിൽ സർക്യൂട്ട് ഡ്രിപ്പ് സംഭവിക്കും. ഇവിടെ പക്ഷേ അതും ഉണ്ടായില്ല. തീപ്പൊരി ചിതറിയ ഹൈടെൻഷൻ പോസ്റ്റിന് മുകളിലെ ലൈനിൽ പിൻ ഇൻസുലേറ്റർ ഘടിപ്പിക്കുന്നതിന് പകരം അലൂമിനിയം വയറുകൾ ചുരുട്ടിക്കെട്ടി വച്ച നിലയിലായിരുന്നു. ഇത് കാറ്റിൽ ഇളകിയാവണം ഷോർട്ട് സർക്യൂട്ടും തീപ്പൊരിയും ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ സ്മെല്ലടിക്കുന്നത്. അപ്പം ഞങ്ങൾ വെച്ച് ഇതെന്താ സ്മെല്ലെന്ന്. അപ്പം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞ് അങ്ങനെ പോയി നോക്കി എല്ലാ ഭാഗത്തും. അപ്പം ഉണ്ട് ആ പോസ്റ്റുമെന്ന് ഇങ്ങനെ സ്പാർക്ക് നടക്കുന്നു. അപ്പോൾ ആകെ പേടിയായി ഞങ്ങൾക്ക്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അതിലെ മക്കളൊന്നും പറഞ്ഞയക്കണ്ട, ഇങ്ങനെ പോസ്റ്റുമെന്ന് സ്പാർക്ക് ഇതാവുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അവരോട് പറഞ്ഞു നിങ്ങൾ അവരെ മോനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മോനില്ല, നിങ്ങൾ ഇവിടെ വിളിക്കാൻ പറഞ്ഞു. ഇലക്ട്രിക് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ 2 പേര് വന്നു. 2 പേര് വന്നപ്പോൾ 2 പേര് പോകുന്ന കണ്ടിന്. ഭർത്താവ് ഇങ്ങനെ പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ഓടുന്നുണ്ട്. ഒരാൾ അവിടെ മരം ഇങ്ങനെ തൊട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ ഷോക്കടിച്ച് ആ താഴെ വീഴലും കത്തുന്നതാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഇവർ നിലവിളിച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നത്. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ അതാ അയാളതാ കത്തുന്നെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഉറക്ക കരയുക ചെയ്തത്. നമ്മൾ കണ്ടത്. പിന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് പോലീസുകാരെയും ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു. തലശ്ശേരി KCB സെക്ഷനിലെ ജീവനക്കാരനായ പൊന്നമ്പത്ത് രാജേഷിനോട് അവിടെയെത്തി തകരാർ പരിഹരിക്കാൻ സബ്സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു. രാജേഷ് സഹായിയായി കരാർ തൊഴിലാളി രാജനെ ഒപ്പം കൂട്ടുകയായിരുന്നു. പരിശോധനയ്ക്കിടെ രാജൻ ഹൈടെൻഷൻ വൈദ്യുത കമ്പിയോട് ചേർന്നുള്ള എർത്ത് കമ്പി അറിയാതെ പിടിച്ചു പോവുകയും വൈദ്യുതാഘാതത്തിൽ തീപിടുത്തമുണ്ടാകുകയുമായിരുന്നു. ദേഹമാസകലം തീ പടർന്ന രാജൻ അവിടെ തന്നെ മരിച്ചു വീണു. പിന്നീട് നാട്ടുകാരെത്തിയാണ് മൃതദേഹം മാറ്റിയത്.
ബുധനാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുണ്ടുചിറ AKG ക്ലബ്ബ് പരിസരത്തും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ കുണ്ടുചിറ വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു. സിന്ധുവാണ് ഭാര്യ. അനുവർഷ ഏക മകളാണ്. രതീശൻ, രഞ്ജിത്ത്, രാകേഷ്, രജിത, രേഷ്മ എന്നിവർ സഹോദരങ്ങളാണ്. തലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. പുതിയ സ്റ്റാൻഡ്, ക്ലോക്ക് ടവർ പരിസരത്തെ ചായക്കടയ്ക്കും സമീപത്തെ 2 ബത്തക്ക ജ്യൂസ് കടകൾക്കും ശുചിത്വ നിലവാരം തൃപ്തികരം അല്ലാത്തതിനാൽ നഗരസഭ ആരോഗ്യ വിഭാഗം ന്യൂനതാ നോട്ടീസ് നൽകി. പരിശോധന സമയത്ത് കടകളും പരിസരവും ശുചിത്വമില്ലാതെയും കുടിവെള്ള പരിശോധനാ ഫലം, ഹെൽത്ത് കാർഡ് എന്നിവ ഇല്ലാതെയും പ്രവർത്തിക്കുന്നതായി ആരോഗ്യ വിഭാഗം കണ്ടെത്തി. പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K. റെജിന, അനിൽകുമാർ, P. കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ, ക്ലീൻ സിറ്റി മാനേജർ C. സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാകും. പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരത്തെ നഗരസഭാ ചെയർമാൻ കാരായ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ യുവാവിനെ മർദ്ദിക്കുകയും 2 കൈകളിലും കഴുത്തിലും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ചാപ്പ കുത്തിയതായും പരാതി. മാങ്ങാട്ടിടം കുറുമ്പുക്കൽ സ്വദേശി C. അക്ഷയനാണ് മർദ്ദനമേറ്റത്. RSS പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് ആരോപണം. തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഈരാച്ചി മുത്തപ്പൻ മടപ്പുരയുടെ കാഴ്ചവരവിനോടനുബന്ധിച്ച് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട കലശത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അക്ഷയ്. മർദ്ദനത്തിന് പിന്നിൽ തൊക്കിലങ്ങാടിയിലെ RSS പ്രവർത്തകരാണെന്ന് കുടുംബം ആരോപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് അക്രമം നടന്നത്. സുഹൃത്തിന്റെ വീട്ടിലെ കലശം വരവിൽ പങ്കെടുത്തുകൊണ്ട് പാലാപ്പറമ്പിൽ നിന്നും കുന്നിറങ്ങി മടപ്പുരയിലേക്ക് പോകുന്നതിനിടെ തൊക്കിലങ്ങാടിയിലെ 6 പേർ അടങ്ങിയ BJP RSS സംഘം തടഞ്ഞു നിർത്തുകയും തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിന് സമീപം വെച്ചും മെയിൻ ഗേറ്റിന് സമീപം വെച്ചും മർദ്ദിക്കുകയായിരുന്നു. മാരകായുധങ്ങൾ കൊണ്ട് 2 കൈകളിലും കഴുത്തിലും ചാപ്പ കുത്തുകയും കഴുത്തിന് ചവിട്ടുകയും ചെയ്തതായാണ് അക്ഷയുടെ പരാതി. കൂടെയുണ്ടായിരുന്ന കോട്ടയമ്പേൾ സ്വദേശിയായ 10ാം തരം വിദ്യാർത്ഥിക്കും മർദ്ദനമേറ്റിരുന്നു. ഉടൻ തന്നെ 2 പേരും കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിപാടിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ബാഗിൽ നിന്ന് കുറച്ചാൾ വന്ന് എന്നെ കഴുത്തിന് പിടിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ അടിയും പിടിയും പിന്നെ കൈക്ക് ഫുള്ളും അടിയും ഇതെല്ലാം ചെയ്തു. പിന്നെ കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ഭയങ്കര പ്രശ്നമാവും, ഇനി ഇങ്ങോട്ടേക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇക്ക റോഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിനാണ് ഇവർ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അടിക്കുന്നു പിടിക്കുന്നു. എൻ്റെ അപ്പുറമുള്ള വേറെ ചെക്കൻ്റെ അടിച്ചിട്ട് കണ്ണെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ കണ്ണിനിപ്പോൾ മറ്റേ കണ്ണിനുള്ളിൽ എന്തോ സീനുണ്ടെന്ന് പറയുന്നത്. വേറെ ചെക്കൻ്റെ കൈ പിടിച്ചിട്ട് കൈ ഓടിച്ചിട്ടുണ്ട്. 6 പേർ ഇറങ്ങുന്ന ഒരു സംഖ്യ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഉള്ളുന്നും അടിച്ച് പുറത്തുനിന്നും അടിച്ചു. എൻ്റെ സ്ഥലം മറ്റേ എന്തെങ്കിലും കത്തിനെ കൊണ്ടോ എന്തും കൊണ്ടോ വരികയും ചെയ്തിട്ടുണ്ട്. ആയുധം എന്തോ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടാണ് വരവുള്ളത്. കൂത്തുപറമ്പ് പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. തൊക്കിലങ്ങാടി കയ്യത്തിന് പോയിട്ട് ഇരുന്ന വഴിക്കാണ് 5-6 ടീം കൂടി വളഞ്ഞ് ഇവരെ ലഭിച്ച് തൊക്കിലങ്ങാടി ഹൈസ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അവിടുന്ന് മാരകമായി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൈക്കും കഴുത്തിനും എന്തുകൊണ്ടാണെന്നറിയില്ല, പറഞ്ഞിട്ട് വരെ വന്ന് രക്തം വന്ന് കളിയാണ് കാണുന്നത്. അപ്പോൾ കഴുത്തിന് ചവിട്ടുകയും കഴുത്തിന് വല്ലാതെ വേദനയായിട്ട് ഇപ്പം പറയുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, മാമ ഇങ്ങനെ സംഭവമുണ്ട്, എൻ്റെ കാരണം വാങ്ങിയാണ് മാമ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അക്രമ സംഘങ്ങൾ നമ്മൾ വലിച്ചു കൊണ്ടുപോയി ആക്രമിക്കാൻ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തായാലും തൊക്കിലങ്ങാടി പ്രദേശത്തുള്ള രക്ഷിതാക്കളും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും പരാതി കൊടുക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും കൂടി പരാതി കൊടുക്കേണ്ട തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. വാർത്താ സമ്മേളനത്തിൽ C. അക്ഷയ്, അമ്മാവൻ C. സുധീഷ് എന്നിവർ പങ്കെടുത്തു. കനത്ത വേനൽ ചൂട് തുടരുന്നതിനിടെ കണ്ണൂരിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകന് സൂര്യതാപമേറ്റു. ചെറുകുന്ന് കീഴറ സ്വദേശിയും സീൽ TVയിൽ മാധ്യമപ്രവർത്തകനുമായ ഷാജി കീഴറയ്ക്കാണ് സൂര്യതാപം ഏറ്റത്. അസ്വസ്ഥത അനുഭവപ്പെട്ട ഷാജി ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ചെറുകുന്ന് കീഴറ പ്രദേശത്ത് ജോലി നിർവഹിക്കുന്നതിനിടെയാണ് സംഭവം. ശക്തമായ ചൂടിനെ തുടർന്ന് തലചുറ്റൽ, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടതോടെ സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു. ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന സീൽ TVയിലെ ക്യാമറാമാനായ ഷാജി
പതിവ് പോലെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിനിടെ സൂര്യപ്രകാശത്തിൽ ഏറെ നേരം ചെലവഴിച്ചതാണ് അസ്വസ്ഥതയ്ക്ക് കാരണമായതെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളം ധാരാളമായി കുടിക്കുക, അത്യാവശ്യത്തിനല്ലാതെ ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അധികാരികൾ നൽകുന്നുണ്ട്. കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന അനിരുദ്ധൻ എട്ടുവീട്ടിലിൻ്റെ തതൻ നോവൽ പ്രകാശനം മെയ് 1 പാനൂരിൽ നടക്കും. പുരോഗമന കലാസാഹിത്യ വേദി പാനൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചടങ്ങ് വൈകിട്ട് 3:30 സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ വി ശിവദാസൻ MP പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രഥമ നോവലാണ് തതൻ എന്നത്. ഒരു ചിത്രകാരൻ കവിയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ രചനയിൽ എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു ചിത്രകാരൻ നോവലിസ്റ്റ് ആകുമ്പോൾ ആ നോവലിൻ്റെ പ്രമേയം, അതിൻ്റെ അവതരണം, മറ്റതിൻ്റെ ദാർശനിക തലങ്ങൾ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 2-3 തലമുറകളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന ഒരു നോവലാണ് ഇത് എന്ന് ഞങ്ങൾ എത്തുകയാണ്. ചിത്രകാരനും കവിയുമായ പാനൂരിലെ അനിരുദ്ധൻ എട്ടുവീട്ടിലിൻ്റെ തതൻ എന്ന നോവലിൻ്റെ പ്രകാശന കർമ്മം മെയ് 1 നടക്കും. വൈകിട്ട് 3:30 പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് പ്രകാശന കർമ്മം നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KP മോഹനൻ MLA അധ്യക്ഷതയിൽ ഡോക്ടർ വി ശിവദാസൻ MP പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. പുകാസ സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ആദ്യ പ്രതി സ്വീകരിക്കും. A യതീന്ദ്ര മാസ്റ്റർ പുസ്തക പരിചയം നടത്തും. കാരായ രാജൻ, P ഹരീന്ദ്രൻ, PK പ്രവീൺ, നാരായണൻ കാവുമ്പായി, ജ്യോതി കേളോത്ത് തുടങ്ങിയവർ സംസാരിക്കും. അതിജീവനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ബന്ധിപ്പിക്കുന്ന 3 തലമുറയുടെ കാലഘട്ടത്തെ പുനർനിർമ്മിക്കാനുള്ള പരിശ്രമമാണ് ഈ നോവലെന്ന് എഴുത്തുകാരൻ അനിരുദ്ധൻ എട്ടുവീട്ടിൽ പറഞ്ഞു. മലയാള ഭാഷ അടക്കം എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പദം കിട്ടാൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ്. മകൻ്റെ എന്ന് പറഞ്ഞാൽ 3 തലമുറ, ഒരച്ഛൻ, അതിൻ്റെ മകൻ, അതിൻ്റെ മകൻ. അപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും പര്യായം എന്നുള്ള നിലയിലാണ് തതൻ. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KV ശശിധരൻ, അനിരുദ്ധൻ എട്ടുവീട്ടിൽ, PK മോഹനൻ മാസ്റ്റർ, TTK ശശി, KV മുകുന്ദൻ എന്നിവർ സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. 1ാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം, ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965681383 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. വോട്ടെണ്ണൽ ദിനത്തിൽ പാനൂർ മേഖലയിൽ സമാധാനം നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം.
പാനൂർ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം എടുത്തത്. പാനൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ഹാളിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാനൂർ പോലീസ് ഇൻസ്പെക്ടർ PK ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും 3 പഞ്ചായത്തിൽ ഇത്രയും സ്ഥലങ്ങളിൽ നമുക്കറിയാം ബൂത്തിലെല്ലാം ഓരോ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് നല്ല രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ അവരോടൊപ്പം തന്നെ പിന്നെ സാറ് വന്നിട്ടുണ്ട്. ഈ വിളിക്കുന്ന അവസരത്തിൽ സാറിൻ്റെ ഒരു അഭിനന്ദനം നിങ്ങൾ അറിയിക്കണം. കാരണം അത്രയും നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ചെറിയ 1-2 വിഷയങ്ങളൊക്കെ റിസൾട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ട്. അതുതന്നെ നിങ്ങൾ തന്നെ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4-ാം തീയതി നമ്മളെ എല്ലാവരും കാത്തിരിക്കും. 1 മാസത്തോളമായി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റാണ്. അപ്പം നമ്മളെ ആശ്രമശ്രീ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞു പോയ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മനസ്സമാധാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരസ്പരം ഇതേ ഭാവത്തിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ അന്നത്തെ ദിവസം കൂടി നമുക്ക് എന്തായാലും ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കിട്ടിയിലായി. പിന്നെ നിങ്ങളെ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടും ജനങ്ങൾ ഒരു തീരുമാനം എടുത്തു. SI P ശരത് അധ്യക്ഷനായി. SI K അഷ്റഫ് സ്വാഗതം പറഞ്ഞു. സീനിയർ CPO KC ലിനീഷ്, SI മുഹമ്മദ് ഷജീർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ V സുരേന്ദ്ര മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, രവീന്ദ്രൻ കുന്നോത്ത്, KP റിഞ്ഞിൽ, കിരൺ കരുണാകരൻ, ഹാരിസ് അസ്ദ, P ദിനേശൻ, K രമേശൻ മാസ്റ്റർ, M രത്നാകരൻ, PK വിജേഷ്, അഡ്വക്കേറ്റ് K ഗോപാലൻ, സുനിൽകുമാർ, T പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസ്ഥലങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബാനർ, പ്രചരണ സാധനങ്ങൾ എന്നിവ 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും അഴിച്ചുമാറ്റാൻ തീരുമാനിച്ചു. എല്ലാ ആഹ്ലാദ പ്രകടനങ്ങളിലും നേതൃത്വം ഉണ്ടാകണമെന്ന തീരുമാനവും യോഗം കൈക്കൊണ്ടു. ആഹ്ലാദ പ്രകടനം നടത്തുന്ന സ്ഥലവും സമയവും ബന്ധപ്പെട്ട പാർട്ടികൾ പോലീസിനെ മുൻകൂട്ടി അറിയിക്കാനും തീരുമാനമെടുത്തു. ആഹ്ലാദ പ്രകടനങ്ങളിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഒഴിവാക്കാനും തീരുമാനിച്ചു. എതിർകക്ഷികളുടെ ഓഫീസുകൾ, വീടുകൾ എന്നിവയ്ക്ക് മുന്നിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും പടക്കങ്ങൾ പൊട്ടിക്കുന്നതും ഒഴിവാക്കണമെന്ന തീരുമാനവും കൈക്കൊണ്ടു. ആഹ്ലാദ പ്രകടനങ്ങളിൽ പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും പടക്കങ്ങൾ പൊട്ടിക്കുന്നത് ഒഴിവാക്കും. ബൈക്ക് റാലിയും DJയും പൂർണ്ണമായും ഒഴിവാക്കാനും തീരുമാനിച്ചു. എതിർ പാർട്ടികളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒരേ സ്ഥലത്ത് എത്തിച്ചേർന്ന് പരസ്പരമുള്ള പോർവിളികൾ ഒഴിവാക്കാനും തീരുമാനം കൈക്കൊണ്ടു. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രാദേശിക തലത്തിൽ കോർഡിനേഷൻ ഉണ്ടാക്കുകയും തർക്കങ്ങൾ വല്ലതുമുണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാനും തീരുമാനിച്ചു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ സമാധാനപരമായി നടത്താനും യോഗം തീരുമാനിച്ചു. പള്ളിക്കുന്നിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരുടെ സെല്ലിൽ നിന്നും സ്മാർട്ട് ഫോൺ പിടികൂടി. ജയിൽ വാർഡർമാർ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 2-ാം ബ്ലോക്കിൽ നിന്നുമാണ് ഒളിപ്പിച്ച സിം കാർഡുള്ള സ്മാർട്ട് ഫോൺ പിടിച്ചെടുത്തത്. 2-ാം ബ്ലോക്കിൽ നിന്നുമാണ് ഒളിപ്പിച്ച സിം കാർഡുള്ള സ്മാർട്ട് ഫോൺ പിടിച്ചെടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വരും ദിനങ്ങളിലും ജയിലിൽ പരിശോധന ശക്തമാക്കുമെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ജർമ്മൻ യുവതി പാനൂരിലെത്തി. ജർമ്മനിയിലെ സാമൂഹിക പ്രവർത്തകയായ സാലിഹ ലൂണയാണ് പാനൂരിൽ എത്തിയത്. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. പോലീസ് സംവിധാനത്തിന്റെ ജനസൗഹൃദ സമീപനവും പൊതുജനങ്ങളുമായുള്ള ഇടപെടലുകളും അവരെ ആകർഷിച്ചതായി സാലിഹ വ്യക്തമാക്കി. ഇതിനൊപ്പം പ്രാദേശിക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. വിവിധ സാമൂഹിക പദ്ധതികൾ, വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, യുവജന പങ്കാളിത്തം എന്നിവയെക്കുറിച്ചും അവർ വിശദമായി മനസ്സിലാക്കി. നാട്ടുകാരുമായുള്ള സൗഹൃദ സംഭാഷണങ്ങൾ വഴിയും കേരളത്തിൻ്റെ സംസ്കാരത്തെയും ജീവിത രീതികളെയും കുറിച്ച് അവർ കൂടുതൽ അറിവ് നേടി. കേരളത്തിലെ വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്നിവയിലും സാലിഹ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഇവിടെ നടപ്പിലാക്കുന്ന വികസന മാതൃകകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കായി ഈ സന്ദർശനം ഉപകാരപ്പെടുമെന്നും അവർ പറഞ്ഞു. I love Kerala. It's very good. People told that I love mangoes and coconut and jackfruit, and it's so beautiful. Name of the god, Kandarambal. So many gods are. But the idea is one. പാനൂരിലെ സ്വീകരണത്തിനും സഹകരണത്തിനും നാട്ടുകാരോട് നന്ദി അറിയിച്ച സാലിഹ കേരളത്തിൻ്റെ സൗഹൃദ സ്വഭാവവും അതിഥി സൽക്കാരവും തനിക്ക് മറക്കാനാകാത്ത അനുഭവമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന
ടി ബിജു രാകേഷിൻ്റെ ഒരു ചരിത്രകാരൻ്റെ കൊലപാതകം എന്ന കുറ്റാന്വേഷണ നോവലിൻ്റെ പ്രകാശനം മെയ് 2-ന് താളിക്കാവിലെ ഹാർലി റെസിഡൻസിയിൽ നടക്കും. വൈകുന്നേരം 4 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പ്രകാശനം കർമ്മം നിർവഹിക്കുമെന്ന് നോവലിസ്റ്റ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ചരിത്രകാരൻ്റെ കൊലപാതകം എന്നാണ് നോവലിൻ്റെ പേര്. നോവലിൻ്റെ പ്രകാശനം ഈ വരുന്ന മെയ് 2-ന് 4 മണിക്ക് താളിക്കാവ് ഹാർലി റെസിഡൻസി ഹാളിൽ നടക്കും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പി നിതിൻ രാജ് IPS അവർ പുസ്തകം പ്രകാശനം ചെയ്യും. മിഡ് ബഹുമതി നേടിയ സൈനികൻ സൈനികോദ്യോഗസ്ഥൻ വിനോദ് എളയാവൂർ പുസ്തകം ഏറ്റുവാങ്ങും. ചടങ്ങിൽ കൈരളി ബുക്സ് MD ശ്രീ O അശോക് കുമാർ അധ്യക്ഷനായിരിക്കും. എഴുത്തുകാരി ഹരിത H ദാസ് പുസ്തക പരിചയം നടത്തും. റിട്ടയർഡ് ക്യാപ്റ്റൻ വിനോദ് എളയാവൂർ പുസ്തകം ഏറ്റുവാങ്ങും. കൈരളി ബുക്സ് MD O അശോക് കുമാർ അധ്യക്ഷത വഹിക്കും. എഴുത്തുകാരി ഹരിത H ദാസ് പുസ്തക പരിചയം നടത്തും. വാർത്താസമ്മേളനത്തിൽ KUWJ സംസ്ഥാന സമിതി അംഗം പ്രശാന്ത് പുത്തലത്ത്, പ്രസ് ക്ലബ്ബ് ട്രഷറർ K സതീശൻ എന്നിവരും പങ്കെടുത്തു. ഒരിടവേള കൂടി. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enriched co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238.
ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചൊക്ലിയിലെ സമുന്നതയായ നേതാവും DCC അംഗവും തലശ്ശേരി ഇന്ദിരാഗാന്ധി സ്മാരക ആശുപത്രി ഡയറക്ടറുമായിരുന്ന TP വസന്തയുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, മൂവർണ്ണക്കൊടി സിന്ദാബാദ്, മൂവർണ്ണക്കൊടി സിന്ദാബാദ്, മൂവർണ്ണക്കൊടി സിന്ദാബാദ്, മൂവർണ്ണക്കൊടി സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. അന്ത്യവിശ്രമ സ്ഥലത്ത് നടന്ന പുഷ്പാർച്ചനയിലും നെല്ലിക്ക ബസാറിലെ അനുസ്മരണ സമ്മേളനത്തിലും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, K ശശിധരൻ മാസ്റ്റർ, KP അരവിന്ദാക്ഷൻ, KP സാജു, VC പ്രസാദ്, CG അരുൺ, ഉദയകുമാർ, KP പ്രമോദ്, യൂസഫ് മാസ്റ്റർ, PK റഫീഖ്, ദീപ സുരേന്ദ്രൻ, ജയപ്രസാദ് മാസ്റ്റർ തുടങ്ങി ചുക്ലിയിലും തലശ്ശേരിയിലുമുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. സാധാരണ വനിതകൾ മിക്കവാറും മഹിളാ കോൺഗ്രസിലൂടെ കടന്നു വന്നതാണ്. പക്ഷേ വസന്തയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ പാർട്ടിയിലെ നിറസാന്നിധ്യമായിരുന്നുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പറായി വരിക. അത്രമാത്രം സംഘടനയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിലായാലും എല്ലാ തലത്തിലും അവർ നിറഞ്ഞു നിന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നടക്കുന്ന ചുക്കളിയിലും ആയാലും തലശ്ശേരിയിലായാലും ജില്ലാതലത്തിലായാലും നടക്കുന്ന എല്ലാ പാർട്ടി പരിപാടികളിലും വളരെ ഒരു സാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ദിവസവും കുറച്ചു നേരത്തേക്കെങ്കിലും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് പെൺകുട്ടികളുമായി തുറന്ന് സംസാരിക്കാൻ മാതാപിതാക്കൾ സമയവും സാവകാശവും കണ്ടെത്തണമെന്ന് തലശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അശ്വതി കുന്നോത്ത്. ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള വനിതാ വിംഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തലശ്ശേരിയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അശ്വതി. മക്കൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തിരികെ വീട്ടിലെത്തിയാൽ ഒട്ടുമിക്ക അച്ഛനമ്മമാർക്കും ഇവരുമായി സംസാരിക്കാൻ വിമുഖതയാണ്. സ്വന്തം വിഷയത്തിൽ മുഴുകി ഫോണിലായിരിക്കും ഇവരുടെ ശ്രദ്ധ. ഈ അവസ്ഥ മാറ്റണമെന്ന് അശ്വതി കുന്നോത്ത് പറഞ്ഞു. പുറത്തു നിന്ന് വരുന്ന കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം. അതിൽ അസാധാരണ വസ്തുക്കൾ കണ്ടാൽ അതേപ്പറ്റി അന്വേഷിക്കണം. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അശ്വതി മുന്നറിയിപ്പ് നൽകി. നിങ്ങളടുത്ത് എവിടെ പോകുമ്പോൾ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് പോവും എന്നുള്ള കാര്യം ആലോചിക്കുക. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സൊസൈറ്റി പുറത്ത് അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ട്. ഞാൻ പാരീസ് പ്രസിഡൻസി ഹാളിൽ നടന്ന പരിപാടിയിൽ വനിതാവേദി ജോയിന്റ് കൺവീനർ P ബിന്ദു അധ്യക്ഷത വഹിച്ചു. വനിതാ സംഗമത്തിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ ഫാരിയർ ഒലി അമൻ ജോധ മുഖ്യാതിഥിയായി. V പ്രകാശൻ, C കുമാരൻ, N ഷാജി, K ബിന്ദു, സിൽന കണ്ണോത്ത്, V സബിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. അഖില കേരള കലാകാര ക്ഷേമ സമിതിയുടെയും സംസ്കാര നാടൻ കലാവേദിയുടെയും നേതൃത്വത്തിൽ ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാക്കളെ ആദരിച്ചു. വിളക്കോട്ടൂർ LP സ്കൂളിൽ ഒരുക്കിയ ആദര സമർപ്പണം A യതീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വ്യവസായി അത്തോളിൽ വാസു ആദര സമർപ്പണം നടത്തി. അഖില കേരള കലാകാര ക്ഷേമ സമിതിയുടെയും സംസ്കാര നാടൻ കലാവേദിയുടെയും നേതൃത്വത്തിലാണ് ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാക്കളെ ആദരിച്ചത്. ആദര സമ്മേളനം പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ A യതീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ ഫോക്ലോർ അക്കാദമി ഉണ്ടായ സ്ഥലത്തിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അവിടെ 1995 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടി വെക്കാനും വരും തലമുറകൾക്കായി സൂക്ഷിച്ചു വെക്കാനുമുള്ളതാണ് കാലത്തിന്റെ യവനികക്കുള്ളിലേക്ക് മറഞ്ഞു പോകേണ്ടതല്ല എന്ന ബോധത്തോടുകൂടി ഒരു സ്ഥാപനം ഉണ്ടാവുന്നത്. നമുക്ക് വാമൊഴിയുണ്ട്, വരമൊഴിയുണ്ട്. പാമൊഴി ഉണ്ടായിട്ട് കുറെ കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വരമൊഴി ഉണ്ടാകുന്നത്. മലയാള ഭാഷ ഉണ്ടായിട്ട് 800 വർഷം, ചിലപ്പോൾ 1000 വർഷം ഇത്തിരി കൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെന്തമിഴിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന മലയാള ഭാഷയില്
അതിനൊരു 1100-200 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. തമിഴാണ് നമ്മുടെ ഭാഷയുടെ മാതാവ്, മലയാളത്തിന്റെ. അപ്പൊ ആദ്യം ഇതില് വാമൊഴിയാണ് ഉണ്ടായത്. ഈ വാമൊഴി വരമൊഴിയായി എഴുതി വയ്ക്കുന്ന സമ്പ്രദായം വന്നിട്ട് 300 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ വാമൊഴികളിലൂടെ നേരത്തെ തന്നെ മനുഷ്യരിലുണ്ടായിരുന്ന കലാപരമായിട്ടുള്ള കഴിവുകൾ അത് പലപ്പോഴും ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അത് തലമുറകളിലൂടെ കടന്നു വന്നതാണ്, എഴുതി വെച്ചിട്ടുള്ള അറിയുന്നു. ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാക്കളായ പി കൃഷ്ണൻ മാസ്റ്റർ, ജി കുഞ്ഞിരാമൻ മാസ്റ്റർ, പി വിജയൻ ഗുരുക്കൾ എന്നിവരെയാണ് ആദരിച്ചത്. ഇവർക്കുള്ള ഉപഹാരങ്ങൾ പ്രവാസി വ്യവസായി അത്തോളിൽ വാസു സമ്മാനിച്ചു. കളരിപ്പയറ്റിനത്തിലാണ് പി കൃഷ്ണൻ മാസ്റ്ററെ ഫോക്ലോർ അക്കാദമി ആദരിച്ചത്. നാടൻപാട്ട് വിഭാഗത്തിലാണ് ജി കുഞ്ഞിരാമൻ മാസ്റ്ററെ പുരസ്കാരം നൽകി ഫോക്ലോർ അക്കാദമി ആദരിച്ചത്. കോൽക്കളി വിഭാഗത്തിലാണ് പി വിജയൻ ഗുരുക്കൾക്ക് പുരസ്കാരം ലഭിച്ചത്. അഖില കേരള കലാകാര ക്ഷേമസമിതി പ്രസിഡന്റ് പി കെ പുരുഷ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി സി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ നിത്യരാജൻ, പി രമ്യ, പി മഹമ്മൂദ്, സാംസ്കാരിക പ്രവർത്തകരായ എൻ രാഘവൻ, അഡ്വക്കേറ്റ് പി അശോക് കുമാർ, കെ സി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ഓട്ടാണി നാണു മാസ്റ്റർ, വിജയൻ കക്കുഴിയിൽ, കേദാരം കൃഷ്ണദാസ്, ദിനേശൻ പൊയിലൂർ, പി രമേശൻ എന്നിവർ പ്രസംഗിച്ചു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് എം ചീരുട്ടിയും സംഘവും അവതരിപ്പിച്ച വടക്കൻപാട്ട്, പി വിജയൻ ഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളി, പൂരക്കളി എന്നിവയും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. കതിരൂർ പൊന്നം പറാംകുന്നിൽ KCB സബ്സ്റ്റേഷൻ പരിസരത്തെ 11 kV ഹൈ ടെൻഷൻ ലൈനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനെത്തിയ KCB കരാർ ജീവനക്കാരൻ വെന്തുമരിച്ച സംഭവത്തിൽ കതിരൂർ പോലീസും KCBയും അന്വേഷണം തുടങ്ങി. മരിച്ചത് കുണ്ടുചിറ ചെഗുവേര ബസ് സ്റ്റോപ്പിനടുത്ത് പഞ്ചാരന്റെ അവിടെ രാജൻ. തലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല. ശുചിത്വ നിലവാരം തൃപ്തികരമല്ലാത്തതിനാൽ ന്യൂനതാ നോട്ടീസ് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗം. കനത്ത വേനൽ ചൂട് തുടരുന്നതിനിടെ കണ്ണൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകന് സൂര്യതാപമേറ്റു. സൂര്യാഘാതമേറ്റത് സീൽ ടിവിയിൽ മാധ്യമപ്രവർത്തകനായ ഷാജി കീഴറയ്ക്ക്. വോട്ടെണ്ണൽ ദിനത്തിൽ പാനൂർ മേഖലയിൽ സമാധാനം നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തീരുമാനം സർവകക്ഷി യോഗത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.